അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് നോക്കുന്നത്. വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ, വാട്ട് ആർ ദ ലീഗൽ പൊസിഷൻ ഓഫ് ഡയറക്ടർ, വാട്ട് ഈസ് മീൻ ബൈ ഡിൻ. ഇത്തരം പോർഷൻസ് ആണ് നമ്മളിത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഹു ഈസ് എ ഡയറക്ടർ? എ ഡയറക്ടർ ഈസ് എ പേഴ്സൺ who direct, conduct, manages and supervise and control the functioning of a company. നമുക്കറിയാം ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് കമ്പനിയുടെ അഫയേഴ്സ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നവരെയാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ വന്ന് അക്കോർഡിംഗ് ടു സെക്ഷൻ 234 ഓഫ് ദി കമ്പനീസ് ആക്ട്, എ ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദി ബോർഡ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ബോർഡിലേക്ക് സെലക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു കമ്പനിയിലെ ഡയറക്ടർ ആവാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? ഇപ്പം നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ്റെ കാര്യം ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഒരു ക്വാളിഫിക്കേഷൻ ഷെയറിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്താണ് ക്വാളിഫിക്കേഷൻ ഷെയർ എന്ന് പറഞ്ഞാൽ? The articles of association of a company generally or may provide that a certain number of shares will have to be held by each director. ഓരോ ഡയറക്ടറിൻ്റെ കയ്യിലും ഉണ്ടായിരിക്കേണ്ട നമ്പർ ഓഫ് ഷെയർസിനെയാണ്. അത്രയും ഷെയർ ഉള്ളവരെ മാത്രമേ നമ്മൾ ഡയറക്ടേഴ്സായിട്ട് എടുക്കുള്ളൂ. അങ്ങനത്തെ ഷെയർ ആ ഒരു എണ്ണത്തിനെയാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് പറയുന്നത്. ഈ ക്വാളിഫിക്കേഷൻ ഷെയർസിൻ്റെ എണ്ണം, വാല്യൂ ഓരോ ആർട്ടിക്കിൾസിനും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം പറയുന്നത്, ഈ ക്വാളിഫിക്കേഷൻ ഷെയർസിൻ്റെ എമൗണ്ട് 5,000 എക്സീഡ് ചെയ്യരുത്. ഇനി 5,000 കൂടിക്കഴിഞ്ഞാലോ? ആ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഷെയർസിൻ്റെ നമ്പർ നോട്ട് എക്സീഡിങ് 1, ഒന്നിനേക്കാളും കൂടരുത്. 5,000 വാല്യൂ കൂടരുത്. വാല്യൂ കൂടുകയാണെങ്കിൽ നമ്പർ ഒന്നിനേക്കാളും കുറവായിരിക്കണം. പിന്നെ പറയുന്നുണ്ട്, ഡയറക്ടർ ആയതിനു ശേഷം വിത്തിൻ 2 monthsനുള്ളിൽ ഈ ക്വാളിഫിക്കേഷൻ ഷെയറിൻ്റെ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തി ആ ഷെയർസ് വാങ്ങിച്ചിരിക്കണം. ഇപ്പോൾ ഡയറക്ടേഴ്സ് അങ്ങനെ ഫെയിലായിക്കഴിഞ്ഞാൽ, അങ്ങനെ വാങ്ങാൻ ഫെയിലായിക്കഴിഞ്ഞാൽ അയാൾക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. വിത്ത് എ ഫൈൻ മേ എക്സീഡ് ടു 5,000 rupees. 500 രൂപയാണ് അതിന്. 500 രൂപയിൽ കൂടുതലായിട്ടാണ് ഫൈൻ ഈടാക്കുന്നത്. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഷെയർസ് ഡയറക്ടേഴ്സിന് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ, അയാൾ അതിന് ഫെയിലായി കഴിഞ്ഞാൽ 500 rupees അതിന് ഫൈൻ വാങ്ങുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ നമുക്ക് മനസ്സിലായി. ക്വാളിഫിക്കേഷൻ നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ക്വാളിഫിക്കേഷൻ ഷെയർസിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ക്വാളിഫിക്കേഷൻ ഷെയർസ് ആരാണ് പർച്ചേസ് ചെയ്യുന്നത്? അവരെയാണ് നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിസ്ക്വാളിഫിക്കേഷൻ. എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കമ്പനിയുടെ ഡയറക്ടേഴ്സിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുക? ഫസ്റ്റ് പോയിന്റ് പറയുന്നത് അൺസൗണ്ട് മൈൻഡ്. ഇപ്പോൾ ആ ഡയറക്ടർ അൺസൗണ്ട് മൈൻഡാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഡയറക്ടറിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ആൾക്ക് ഡയറക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പറയുന്നത് ഹീ ഈസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. ഇപ്പോൾ ഇൻസോൾവെൻ്റ് ആയിട്ട് അത് ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ആളെയും നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറയും. He is applied to be adjudicated as an insolvent and the application is pending. അയാൾ ഇൻസോൾവെൻ്റ് ആണെന്ന് പ്രഖ്യാപിച്ചു, പക്ഷേ അയാളുടെ അപ്ലിക്കേഷൻ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അങ്ങനെയുള്ള ആളെയും നമ്മൾ എന്ത് പറയും? ഡിസ്ക്വാളിഫൈഡ് ആയെന്ന്. പിന്നെ എന്തെങ്കിലും മോറൽ ടർപ്യൂട്ട്, അതായത് എന്തെങ്കിലും ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾക്ക് കോർട്ട് പണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളും നമ്മളെ ഡയറക്ടർ ബോർഡിന് ഡിസ്ക്വാളിഫൈഡ് ആണ്. In order to disqualify him for the appointment as a director, he has been passed by the court or tribunal and the order is in force. അതായത് ഡയറക്ടറിനെ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് കോർട്ടോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ ഓർഡർ വഴി ഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയും നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ഡയറക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹി ഹാസ് നോട്ട് പെയ്ഡ് എനി കോൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ദി കമ്പനി ഹെൽഡ് ബൈ ഹിം. ആ കമ്പനിയുടെ ഷെയർസിൻ്റെ കോൾ വിളിച്ചിട്ട് അതിൻ്റെ എമൗണ്ട് കൊടുത്തില്ലെങ്കിൽ അവരും നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആക്കും. അതുപോലെ തന്നെ ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ബൈ ദ ഒഫൻസ് ഡീലിംഗ് വിത്ത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. അങ്ങനത്തെ ഏതെങ്കിലും ഇതിൽ അയാൾ കുറ്റവാളിയായിട്ട് തെളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയും നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ചെയ്യും.
പിന്നെ ഇപ്പോൾ ആ ഡയറക്ടർ ഹാസ് നോട്ട് ഫിൽഡ് ദ ആനുവൽ അക്കൗണ്ട്സ് ആൻഡ് ആനുവൽ റിട്ടേൺസ് ഫോർ എനി കണ്ടിന്യൂസ് 3 ഫൈനാൻഷ്യൽ ഇയർ. 3 വർഷമായിട്ട് അയാൾ മുടങ്ങിക്കിടക്കുകയാണ് ഈ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനും. അതിനൊക്കെ അയാൾ മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ടറിനെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നടത്താനോ അങ്ങനെ എന്തെങ്കിലും ഡിഫാൾട്ട് വരുത്തിയ, ഇപ്പോൾ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റിൻ്റെ കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ്റെ കറക്റ്റ് ടൈമിൽ അത് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മൾ ഡയറക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യിക്കില്ല. പിന്നെ പറയുന്നത് ഇത് പബ്ലിക് കമ്പനിയുടെ കാര്യമാണ്. ഇനി പ്രൈവറ്റ് കമ്പനിയുടെ വരുമ്പോൾ പ്രൈവറ്റ് കമ്പനി മീറ്റ്സ് ആർട്ടിക്കൽ പ്രൊവൈഡ് ഫോർ എനി ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് എ ഡയറക്ടർ ഇൻ അഡീഷൻ ടു സ്പെസിഫൈഡ് എബോവ്. നേരത്തെ പറഞ്ഞതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഫോർ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് കൺവെൻഷൻ ഓർ ഓർഡർ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ. കൺവെൻഷനോ അതുപോലെ ഡിസ്ക്വാളിഫിക്കേഷൻ വന്നിട്ട് 30 days for 30 days from the date of convention or order of disqualification വന്ന് 30 days. പിന്നെ where an appeal or petition is preferred within 30 days as aforesaid said, the conviction result in sentence order until expiry of 7 days from the date on which appraisal or petition is posted. Where any further appeal or petition is preferred against order or sentence within 7 days. അതായത് ഇപ്പോൾ എന്തെങ്കിലും അപ്പീലോ പെറ്റീഷനോ ഉണ്ടെങ്കിൽ 7 daysനുള്ളിൽ നമ്മൾ സച്ച് ഫർദർ അപ്പീൽ ഓർ പെറ്റീഷൻ ഈസ് ഡിസ്പോസ്. നമ്മൾ 7 ദിവസത്തിനുള്ളിൽ ഫർദർ പെറ്റീഷന് വേണ്ടി നമ്മൾ പോകണം. ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്നത്. മെയിനായിട്ട് അയാൾ അൺസൗണ്ട് ആവാൻ പാടില്ല, അതുപോലെ തന്നെ ഇൻസോൾവൻസി അൺഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ അയാളുടെ ഇൻസോൾവൻസി പെൻഡിങ്ങിലാകുക, അല്ലെങ്കിൽ അയാൾ ആനുവൽ റിട്ടേൺ പേയ്മെൻറ്റ് നടത്താതിരിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് ലീഗൽ പൊസിഷൻ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ലീഗൽ പൊസിഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡയറക്ടേഴ്സ് ആസ് ഏജൻറ്റ്. ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് ഡയറക്ടേഴ്സ് ആസ് ഏജൻറ്റ്. നമുക്കറിയാം ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ഈ ആർട്ടിഫിഷ്യൽ പേഴ്സണിൽ കമ്പനിയുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പനിയുടെ ഏജൻ്റായിട്ടാണ് നമ്മൾ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മൾ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻ പഠിച്ചു. അതുപോലെ തന്നെയാണ് കമ്പനിയും ഏജൻസും തമ്മിൽ. അതായത് ഇപ്പോൾ കമ്പനി റെസ്പോൺസിബിലിറ്റിയാണ് വർക്ക് ഡൺ ബൈ ദ ഡയറക്ടേഴ്സ് എന്ത് ചെയ്താലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കമ്പനിക്കാണ്. ഇൻ ദ സെയിം മാനർ പ്രിൻസിപ്പൽ ഈസ് ഹെൽഡ് ബൈ ദ ആക്ട്. ഏജൻസി എന്ത് ചെയ്താലും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് പ്രിൻസിപ്പൽ എന്ന് പറയുന്ന പോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് വന്നത് കമ്പനിക്കാണ്. അങ്ങനെ അതാണ് ഡയറക്ടേഴ്സ് ആസ് ഏജൻറ്റ്. പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻ പോലെ തന്നെയാണ് കമ്പനിയും ഡയറക്ടേഴ്സും. നെക്സ്റ്റ് ഡയറക്ടേഴ്സ് ആസ് ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് ഇപ്പം നമ്മുടെ കമ്പനിയുടെ കുറേ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇവരുടെ കൈ കൂടി പോണേ. മോസ്റ്റ് ഓഫ് ദി പവേഴ്സ് ഓഫ് ദി ഡയറക്ടേഴ്സ് ആർ പവർ ഇൻ ട്രസ്റ്റ്. ദ പവർ ടു മേക്ക് കോൾസ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്, ടു ഇഷ്യൂ ഫർദർ ഷെയർസ്, to approve transfer of shares. All these powers are vested with the directors. നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ കൈ കൂടിയാണ് ഒരുപാട് പൈസ കമ്പനിയുടെ നീങ്ങുന്നത്. അപ്പോൾ അവരെന്തായിട്ട് വർത്തിക്കണം? ട്രസ്റ്റീസായിട്ട്. ഓൾദോ ഡയറക്ടേഴ്സ് ആർ നോട്ട് പ്രോപ്പർലി സ്പീക്കിംഗ് ട്രസ്റ്റീസ് ആസ് ദേ ആർ ഓൾവേസ് കൺസിഡേർഡ് ആൻഡ് ട്രീറ്റഡ് ആസ് ട്രസ്റ്റീസ് ഓഫ് മണി. എന്തിൻ്റെ ട്രസ്റ്റീസായിട്ട്? ട്രസ്റ്റീസ് ഓഫ് മണി. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ലീഗൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് ആസ് ഏജൻറ്റ്. നെക്സ്റ്റ് ഡയറക്ടേഴ്സ് ആസ് ട്രസ്റ്റീസ്. അവരുടെ ഒരു മണിയുടെ ട്രസ്റ്റി ആയിട്ട് വർത്തിക്കണം ഡയറക്ടേഴ്സ്. നെക്സ്റ്റ് വരുന്നത് ഡയറക്ടേഴ്സ് ആസ് മാനേജിങ് പാർട്ട്ണർ. നമ്മുടെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സാണ് നമ്മുടെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഡയറക്ടേഴ്സ് ആർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദെയർഫോർ ദേ ആർ ഇൻ എ പൊസിഷൻ ആസ് മാനേജിങ് ഡയറക്ടർ. ഡയറക്ടേഴ്സ് ആസ് മാനേജിങ് ഡയറക്ടർ. അങ്ങനെയാണ്, അതാണ് ഒരു ലീഗൽ പൊസിഷൻ. ഇൻ അഡീഷൻ ടു ദാറ്റ് ദേ ദംസെൽഫ് ആർ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. ദേ മേക്ക് ദം പാർട്ട്നേഴ്സ് വിത്ത് അതർ ഷെയർ ഹോൾഡേഴ്സായിട്ട് അവർ പാർട്ട്നേഴ്സും ആണ്. അതുകൊണ്ടാണ് അതിനെ ഡയറക്ടേഴ്സ് ആസ് മാനേജിങ് പാർട്ട്ണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡയറക്ടേഴ്സ് ആസ് എംപ്ലോയീസ്.
അടുത്തത് ഡയറക്ടേഴ്സ് ആസ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സിന് ഏജൻ്റാണ്, ഒരു കമ്പനിയുടെ ഏജൻ്റാണ്, അല്ലാണ്ട് അവർ എംപ്ലോയീസ് അല്ല. സോ അവർക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? റെമ്യൂണറേഷൻ. പക്ഷേ ഇപ്പോൾ ഒരു കേസിൽ ഒരു ഡയറക്ടർ എന്തെങ്കിലും ഇപ്പോൾ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ മാനേജറായിട്ടോ എന്തെങ്കിലും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡയറക്ടർ മാത്രമല്ലാണ്ട് വേറെ എന്തെങ്കിലും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെമ്യൂണറേഷൻ അയാൾക്ക് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതാണ് അടുത്തത്. ഡയറക്ടേഴ്സ് ആസ് എംപ്ലോയീസ്. ഓൾദോ ഡയറക്ടേഴ്സ് ആർ ഏജൻറ് ഓഫ് ദി കമ്പനി, ദേ ആർ നോട്ട് എംപ്ലോയീസ് ഓർ സർവൻറ്റ് ഓഫ് ദി കമ്പനി, ഹെൻസ് ദേ കനോട്ട് ക്ലെയിം, അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ദെയർ റെമ്യൂണറേഷൻ ആസ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഇൻ ദി ഈവനിങ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനിയുടെ ടൈമിൽ. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് കമ്പനിയിൽ 20 അറ്റ് ദ സെയിം ടൈം, ഒരാൾക്ക് 20 കമ്പനിയിൽ ഒരു സമയത്ത് ഡയറക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, 20ൽ കൂടുതൽ പറ്റില്ല. പിന്നെ മാക്സിമം നമ്പർ ഇപ്പോൾ പബ്ലിക് കമ്പനിയിലോ അല്ലെങ്കിൽ ഹോൾഡിംഗ് ഓർ സബ്സിഡറി കമ്പനി, പ്രൈവറ്റ് കമ്പനിയുടെ തന്നെ സബ്സിഡറി ഓഫ് ദി പബ്ലിക് കമ്പനിയാണെങ്കിൽ ദ ലിമിറ്റ് നേരത്തെ നമ്മൾ 20 ആണ് പഠിച്ചത്. പബ്ലിക് കമ്പനി വരുമ്പോൾ അത് ലിമിറ്റഡ് ടു 10 ആയിട്ടത് ലിമിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പേഴ്സൺ മോർ ദാൻ ഇതുപോലെ കൂടുതൽ കമ്പനിയിലുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം എന്നാണ് അടുത്ത് പറയുന്നത്. ചൂസ് ദ കമ്പനീസ് ഇൻ വിച്ച് ഹി വാണ്ടഡ് ടു കണ്ടിന്യൂ ടു ഹോൾഡ് ദ ഓഫീസ് ഓഫ് ഡയറക്ടർ. എവിടെയാണ് ഇപ്പോൾ 20ൽ കൂടുതൽ അല്ലെങ്കിൽ ഇപ്പോൾ പബ്ലിക് കമ്പനിയുടെ കേസിൽ 10 കമ്പനിയിൽ കൂടുതലുണ്ടെങ്കിൽ അയാൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ദ കമ്പനീസ് ഇൻ വിച്ച് ഹി വിഷ് ടു കണ്ടിന്യൂ ടു ഹോൾഡ് ദ ഓഫീസ് ഓഫ് ദി ഡയറക്ടർ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് റിസൈൻ ഓഫീസ് ഡയറക്ടറിൻ്റെ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ അയാൾക്ക് ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക എന്നുള്ള കാര്യം ഇൻറ്റിമേറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഇതിൽ ഫെയിലിയർ വരുത്തിയിട്ടുണ്ടെങ്കിൽ 5,000 പിഴയും ഓരോ ദിവസവും 25,000 പെർ ഡേ. ഇങ്ങനെയാണ് അതിൻ്റെ പെനാൽറ്റി വരുന്നത്. നെക്സ്റ്റ് ഡിൻ, അതായത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ അപ്ലിക്കേഷൻ ഇലക്ട്രോണിക്കലി ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് DIN നമ്പർ ടു സെൻട്രൽ ഗവൺമെൻറ്റിന് അയാൾ ഇലക്ട്രോണിക്കലി ആയിട്ട് അയാൾക്ക് ഈ ഡയറക്ടർ ആവാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് DIN നമ്പർ തന്നെന്ന് പറയും. സെൻട്രൽ ഗവൺമെൻറ് വിത്തിൻ 1 month ഫ്രം ദി റെസിപ്റ്റ് ഓഫ് ദി അപ്ലിക്കേഷൻ, ഈ അപ്ലിക്കേഷൻ ഇങ്ങനെ ഡയറക്ടർ ആവണം എന്നുള്ള അപ്ലിക്കേഷൻ വെച്ച് 1 monthനുള്ളിൽ ഈ DIN നമ്പർ കൊടുക്കും. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വല് ഒരു DIN നമ്പർ കിട്ടുള്ളൂ, അതായത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണിത്, DIN നമ്പർ. ഒരു ഇൻഡിവിജ്വലിന് ഒരെണ്ണം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നോക്കുക, എവറി ഇൻഡിവിജ്വൽ ഇൻറ്റൻഡിങ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടർ ഓഫ് ദി കമ്പനി ഷാൽ മേക്ക് ആൻ അപ്ലിക്കേഷൻ ഇലക്ട്രോണിക്കലി ആയിട്ട് അപ്ലിക്കേഷൻ വെക്കണം. ആർക്ക്? സെൻട്രൽ ഗവൺമെൻറ്റിന് 1 monthനുള്ളിൽ ഈ അപ്ലിക്കൻറ്റിന് DIN നമ്പർ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു DIN നമ്പർ കിട്ടിയാൽ പിന്നെ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരു പ്രാവശ്യമാണ് ഈ DIN നമ്പർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്, DIN നമ്പർ, ലീഗൽ പ്രൊവിഷൻ ഓഫ് ഡയറക്ടേഴ്സ്, നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനി. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.